പ്രിയ ദേവദാസിനെ പാട്ട് പാടുവാനായി സ്വാഗതം ചെയ്യുന്നു. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേ സുരക്ഷക. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. മാറോടണച്ചു എന്നെ നീ സ്നേഹിച്ചു, കൈപിടിച്ചു നിത്യം നടത്തിടുന്നു. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. മാറോടണച്ചു എന്നെ നീ സ്നേഹിച്ചു, കൈപിടിച്ചു നിത്യം നടത്തിടുന്നു. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാര്യം വാണിയല്ല വേദന. നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം. നീ ക്രൂശിൽ കിടന്നപ്പോഴും അക്കാര്യം വാണിയല്ല വേദന. നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ പ്രിയ ബ്രദർ ബാബു ബ്രദറിന്. ഹല്ലേലൂയ. മനോഹരമായ ഒരു ഗാനം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എത്ര അർത്ഥവത്തായ ഒരു ഗാനമാണ് കേൾക്കുവാൻ ഇടയായി തീർന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിനെ വീണ്ടും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇന്ന് ദേവദാസിനെ
കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവവചനം കേൾക്കുവാനായിട്ട് ദൈവസന്നിധിയായിരിക്കാം. ഇന്ന് ദൈവവചനം സംസാരിക്കുന്നത് ബ്രദർ ബാബു ജേക്കബാണ്. പ്രിയ ബാബു ജേക്കബിനെ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. Hallelujah. Praise the Lord. Thank you. Praise the Lord. ഇസ്രായേലിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് കരുത്ത് തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ പ്രാർത്ഥന, അനുഗ്രഹിക്കപ്പെട്ട ഗാനം, കർത്താവിന്റെ ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഗാനം, അതുപോലെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയോടുള്ള ആദരവ്, സ്നേഹം പ്രത്യേകമായി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ തലങ്ങളിൽ ദൈവം മാനിക്കട്ടെ. കരുത്തോടെ നിൽപ്പാൻ കർത്താവ് കൃപ തരട്ടെ. ആക്ഷേപരഹിതമാക്കി കർത്താവ് നിർത്തട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഈ പ്രയർലൈനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. ഒരു മുടക്കവും കൂടാതെ ഇത്രത്തോളം വർഷങ്ങളായിട്ട് കർത്താവിന്റെ വയലിൽ അതേ അനേകർക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. താങ്ക് യു. പ്രാർത്ഥനയോടെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പെർസിക്യൂഷൻ കൺട്രീസിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെയാണ്, അതിനോടനുബന്ധിച്ചുള്ള മെസ്സേജാണ്. എന്നാലും എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് വേറൊരു മെസ്സേജിലേക്കാണ് പോകുന്നത്. സാദരം ക്ഷമിക്കണം. നമുക്ക് 2 തെസ്സലോനിക്ക ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 തെസ്സലോനിയൻസ് 2:16-17 വാക്യങ്ങൾ വായിച്ച് വായിക്കാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന കർത്താവിന് നന്ദി കൊടുത്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് വരെ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കിക്കേ. ആക്ഷേപരഹിതമാക്കി നമ്മളെ ഇന്നും ഒക്കലഹോമയിൽ അല്ലെങ്കിൽ വിവിധ പട്ടണങ്ങളിൽ നിർത്തിയതോർത്ത് ആ കരങ്ങളൊക്കെ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ ആ പാതാനിക വന്ന് അല്പസമയം വചനം ധ്യാനിപ്പാനൊക്കെ പ്രാർത്ഥിപ്പാനൊക്കെ അങ്ങ് കൃപ തന്നല്ലോ. അവൻ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ദൈവജനത്തെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഈ സന്ദേശം അങ്ങ് പരിശുദ്ധാത്മാവെ അങ്ങ് എഴുതപ്പെട്ട സന്ദേശം ആത്മാവിൽ തന്നെ വിവേചിക്കുവാനുള്ള കൃപ അടിയത് തന്നാട്ടെ. അത് ജനത്തിനൊരു സന്തോഷവും വിടുതലുമായി മാറട്ടെ. പ്രത്യാശ പുതുക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ വാക്യം ഞാൻ ഒരു 10-20 പ്രാവശ്യം വായിച്ചിട്ടുണ്ട് കേട്ടോ. അനുഗ്രഹീതനായി മഹാനായ പൗലോസിന്റെ ഭയങ്കര ഇൻ ഡെപ്ത് ആയിട്ടുള്ള വാക്കുകൾ അതിനകത്ത്. ഓരോ വാക്കും നമ്മള് എന്താ പറയുന്നേ, നമ്മളത് പെറുക്കി എടുത്ത് പഠിക്കണം. ആ വാക്യം, സ്തോത്രം, നമുക്ക് കാണാൻ പഠിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നിർത്തി വായിക്കണേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. പ്രൈസ് ബി ടു ഗോഡ്. കർത്താവ് നമുക്ക് നൽകിത്തരുന്ന അതിപ്രധാനമായ 3 അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. മറന്നുപോകല്ലേ, 3 അനുഗ്രഹങ്ങൾ. അതാണ് 16-ാം വാക്യത്തിൽ നാം കാണുന്നത്. കർത്താവ് നമുക്ക് 3 അനുഗ്രഹങ്ങൾ, കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് കർത്താവിന്റെ 3 അനുഗ്രഹങ്ങൾ. കർത്താവ് നമുക്ക് 3 അനുഗ്രഹങ്ങൾ നൽകി തരുമ്പോൾ
നമ്മൾ 2 ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടതാണ്. അതാണ് 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഒന്നുകൂടെ പറയാം. കർത്താവ് നമുക്ക് നൽകി തരുന്ന 3 അതിപ്രധാനമായ അനുഗ്രഹങ്ങൾ, നമ്മൾ പാലിക്കേണ്ട 2 ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ എത്രയാ? 3ഉം 2ഉം എത്രയാ? 3 + 2 = 5 അല്ലെ? 3ഉം 2ഉം 5. 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. സമയം എന്റെ മുമ്പിൽ അധികമില്ല. ഒന്നാമത്തെ അനുഗ്രഹം, കർത്താവ് നമുക്ക് നൽകി തരുന്ന ഒന്നാമത്തെ അനുഗ്രഹം ഈ വാക്യത്തെ ബേസ് ചെയ്താണ്. കർത്താവിന്റെ സ്നേഹമാണ്. ഒരുമിച്ച് ആ വാക്കൊന്ന് പറഞ്ഞാൽ പ്രിയരെ, കർത്താവിന്റെ സ്നേഹം. പാടിയ പാട്ട് എത്ര 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 സൗന്ദര്യം, എത്ര ബ്യൂട്ടിയാണ് ഓരോ വാക്കുകളും ലൈനും ഒക്കെ. ആ വേർഡ് ഒക്കെ എത്ര ഭയങ്കരമായിരിക്കുന്നു. ഒന്നാമത്തെ കർത്താവ് നമുക്ക് നൽകി തരുന്നത് അനുഗ്രഹം കർത്താവിന്റെ സ്നേഹം. രണ്ടാമത്തേത് കർത്താവിന്റെ നിത്യ ആശ്വാസം. മറക്കല്ലേ, കർത്താവിന്റെ നിത്യ ആശ്വാസം. മൂന്നാമത്തെ അനുഗ്രഹം കർത്താവ് നൽകുന്ന നല്ല പ്രത്യാശ. കേട്ടോ, ആ വാക്കുകളൊക്കെ നമ്മൾ നോക്കണേ. വെറും പ്രത്യാശ എന്നല്ല, നല്ല പ്രത്യാശ. നല്ല പ്രത്യാശ. ഒരുമിച്ചെന്ന് പറഞ്ഞേ, നല്ല പ്രത്യാശ. ഈ 3 അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ വിശാലമായി അല്ലെങ്കിൽ സുദീർഘമായിട്ട് നാം ചിന്തിക്കേണ്ടതാണ്. 2-3 സെഷനായിട്ടുള്ള മെസ്സേജാണ്. എന്നാൽ ചുരുക്കം സമയം കൊണ്ട് നമുക്ക് കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ നല്ല പ്രത്യാശ, നിത്യാശ്വാസമൊക്കെ നമുക്കൊന്ന് അല്പസമയം ചിന്തിക്കാം. ഈ 3 അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുമ്പോൾ നമ്മൾ 2 ഉത്തരവാദിത്തങ്ങള് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഒന്നാമത്തെ ഉത്തരവാദിത്തം, നാം സ്ഥിരതയുള്ളവരാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറച്ചു നിൽക്കണം. 17-ാം വാക്യത്തിലോട്ട് നോക്കിക്കേ, നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. രണ്ടാമത്തെ ഉത്തരവാദിത്തം, നമ്മുടെ പ്രവൃത്തിയും വാക്കും പരസ്പര പൂരകമാകണം. നമുക്ക് ആ ഭാഗത്ത് വരാം. അപ്പൊ കർത്താവ് 3 അനുഗ്രഹങ്ങള് നിസ്സീമമായി അല്ലെങ്കിൽ നിർലോഭമായി അല്ലെങ്കിൽ അളവില്ലാതെ നമുക്ക് നൽകി തരുന്നു. നമ്മൾ വായിച്ച ആ വാക്യത്തിലെ പദങ്ങൾ ഒന്ന് വിശകലനം ചെയ്തേ. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. ഒന്നുകൂടെ വായിക്കാമോ ആ കർത്താവിന്റെ ദാസിയെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു. ഇമ്പോർട്ടന്റ് കേട്ടോ, താനും നമ്മെ സ്നേഹിച്ചല്ലേ. നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാല് നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു താനും, ഇപ്പൊ ഞാൻ പറയുക അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു, താനും കൂടെയാണ് ഈ ജോലി ചെയ്തത്. അപ്പം അതിന്റെ അർത്ഥം എന്നാ? താനും കൂടെ എന്ന് പറയുമ്പം ചിലരെങ്കിലും അതിന്റെ ഒരു സീനിൽ ഒരു കൂടെ കാണുകയല്ലേ, താനും കൂടെ. ആ വാക്കുകളുടെ അർത്ഥം ഭയങ്കര കേട്ടോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു. അപ്പം കർത്താവ് മാത്രമല്ല നമ്മെ സ്നേഹിച്ചത്, ദൈവവും പരിശുദ്ധാത്മാവും യേശു, അങ്ങനെ 3 ആളത്വങ്ങളാണ് നമ്മെ സ്നേഹിച്ചത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രിയ ദൈവജനമേ, നമുക്ക് ലഭിക്കപ്പെട്ട സ്നേഹമെന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിൽ നിന്നാണ് എന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. നമ്മെ സ്നേഹിച്ചത് യേശു മാത്രമല്ല, പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും കൂടെ നമ്മെ സ്നേഹിച്ചു. ഓ, പ്രൈസ് ബി ടു ഗോഡ്. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ, ഹല്ലേലൂയ. പിതാവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് നൽകി. തീർന്നില്ല, പുത്രൻ നമ്മെ സ്നേഹിച്ച് തന്റെ ജീവൻ നമുക്ക് യാഗമാക്കി തന്നു. മൂന്നാമത്, പരിശുദ്ധാത്മാവും നമ്മെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിച്ചതിന്റെ തെളിവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുത്രനെ ഉയർപ്പിച്ച് നമുക്ക് വീണ്ടും നൽകി തന്നു എന്നത്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ടതാണ്. ഞാനത് പറയാം കേട്ടോ, വായിക്കേണ്ട. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ
നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവാണ്. അതേ ശക്തിയാ നമ്മയും ഉയർപ്പിക്കും. കൊരിന്ത്യ ലേഖനം വിളിച്ചു പറയുന്ന, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ദൈവജനമേ, 3 ആളത്വങ്ങളാണ് നമ്മെ സ്നേഹിച്ചതെന്ന് ഓർക്കണം. വെറും പുഴുക്കളായ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കാൻ നാം എന്തുള്ളൂ? മരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം പോലും ശരിയായിട്ട് ആ ബോഡി ഒന്നും ഇരിക്കുമോ മണ്ണിൽ? ഇല്ല. അതിനിപ്പുറം തന്നെ പുഴുക്കൾ പ്രവേശിക്കും. മൺകീടങ്ങളായ നമ്മളെ 3 ആളത്വങ്ങളെ സ്നേഹിച്ചു എന്ന് അറിയുമ്പോൾ നിറകണ്ണുകളോടെ ഹല്ലേലൂയ കർത്താവിനൊന്ന് സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പണം ചെയ്താട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആമേൻ. പുത്രൻ നമ്മെ സ്നേഹിച്ചിട്ട് തന്നെത്താൻ നമുക്ക് വേണ്ടി യേശു കാൽവറിയിൽ രക്തമൂറ്റി തന്നു. അതാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം, അനുഗ്രഹീതമായ വാക്യം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പൊ നമ്മെ സ്നേഹിച്ചത് പരിശുദ്ധ തൃത്വത്തിൽ നിന്ന് ആണ് എന്ന് നാം ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവജനമേ, അനുഗ്രഹീതമായ ഒരു പാട്ടുണ്ട് കേട്ടോ. പാടാനൊന്നും സമയമില്ല. ദൈവസ്നേഹത്തെ കുറിച്ച് ആ പാടിയ പാട്ട് തന്നെ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ആ പാട്ട്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. പ്രേരണയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് പുത്രന് പൂർണ്ണ മനസ്സായിരുന്നു. ആ മനസ്സ് നമ്മോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് നാം ഇന്ന് രാത്രി മനസ്സിലാക്കണം. പിതാവിനെ അനുസരിക്കണമല്ലോ എന്ന് ചിന്തിച്ച് കർത്താവ് നമ്മെ സ്നേഹിച്ചതല്ല, നിർബന്ധത്താൽ അല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ചിട്ട് പ്രൈസ് ബി ടു ഗോഡ്, നമുക്ക് വേണ്ടി സൗരഭ്യ വാസനയായി തന്നെത്താൻ വഴിപാടും യാഗവുമായി തീർന്നു. തന്നെത്താൻ എന്നുള്ള വാക്ക് ദൈവജനമേ ഹൈലൈറ്റ് ചെയ്തോണം. നിർബന്ധിച്ചിട്ടല്ല പ്രിയരെ കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അപ്പൻ ശകാരിച്ചത് കൊണ്ടോ അപ്പൻ നിർബന്ധിച്ചത് കൊണ്ടോ മനസ്സില്ല മനസ്സോടെ സ്വയം യാഗമായി തീർന്നതല്ല. നമ്മെ സ്നേഹിച്ച സ്വയം വഴിപാടും യാഗവുമായി തീർന്ന നമ്മുടെ കർത്താവ്. ദൈവജനമേ, അക്കരങ്ങളൊക്കെ നിവർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർത്ത്. ഹല്ലേലൂയ. അല്പസമയം ആദരങ്ങളൊന്ന് ചലിപ്പിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ ഒരു ലൂക്കോസ് 24-ാം അധ്യായം 24-ാം തോന്നുന്നു 24-ന്റെ ലൂക്കോസിലെ ഒരു വാക്യം കേട്ടോ, അനുഗ്രഹീതമായ 26-ാം വാക്യം കൂടെ ഈ ചിന്തയോട് കൂടി വെച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ട. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് വായിച്ചേ. ആ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ലൂക്കോസ് 24:24 26-ാം വാക്യം. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ. ആ മലയാളം അത്രയേ ഉള്ളൂ കേട്ടോ, അതിന്റെ ആ വാക്കുകൾ. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിക്കേ, അപ്പൊ അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇംഗ്ലീഷിലെ ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? അതിനകത്ത് OUGHT ഓട്ട് എന്നുള്ള ആ വാക്ക് കാണുന്നുണ്ടോ? ഇംഗ്ലീഷില് ആ വാക്ക് ഇങ്ങനെയാണ്, ought not the Christ to have suffered these things, അങ്ങനല്ലേ, and enter into his glory. Luke 24:26. Lucas 24:26. Was not it clearly
expected that the Messiah would have to suffer all these things before entering his glory. ഓക്കെ, അത് ഏത് വേർഷനാണെന്ന് എനിക്കറിയത്തില്ല. ന്യൂ കിങ് ജെയിംസ് വേർഷൻ എടുത്ത് നോക്കി. ആ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര. Not to Christ to have suffered these things and to enter into his glory. See, OUGHT, ought Not. It Christ to have suffered these things and enter into his glory. ദൈവജനമേ, ആ ഇംഗ്ലീഷ് പദം എത്ര അനുഗ്രഹീതമായിരിക്കുന്നു. യുക്തമല്ലയോ ക്രിസ്തു ആ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വം കൊടുക്കേണ്ടത്? യുക്തമല്ലയോ? ought not the Christ to have suffered these things and enter into his glory. യുക്തമല്ലയോ എന്ന വാക്ക് മലയാള പരിഭാഷയിൽ വിട്ടുകളഞ്ഞു പ്രിയരെ. യുക്തമല്ലയോ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശീകരണം ആകസ്മികമായ ഒരു സംഭവം അല്ലായിരുന്നു. നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടത യുക്തമായ ഒരു കാര്യമാണ്. പ്രവാചകന്മാരുടെ പ്രവചനം തെറ്റിക്കൂടാതെ കൃത്യതയോടുകൂടെ നിർവഹിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു കർത്താവിന്റെ ക്രൂശീകരണം എന്നത്. ക്രൈസ്തലോട് നിങ്ങൾ ആ പദം പിന്നീട് അപഗ്രഥിച്ചു പഠിക്കണമേ. നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണം ഒരു ഹീനകൃത്യമാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. യേശു എന്ന് പറയുന്ന മനുഷ്യന്റെ കഴിവുകേടാണെന്ന് നമ്മളെ വ്യാഖ്യാനിക്കരുത്. യേശുവിനും യേശുവിന്റെ കൂടിയ ശിഷ്യന്മാർക്കും കരുത്തില്ലാതെ പോയെന്ന് നമ്മൾ ചിന്തിക്കരുത്. മാനവജാതിയുടെ പാപ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ അറുക്കപ്പെടണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യക്തമായ വ്യവസ്ഥാപിതമായിരുന്നു, ആയിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് തകർക്കപ്പെട്ടത് നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മുടെ ആദ്യത്തെ അനുഗ്രഹമാ അല്ലെ കർത്താവിന്റെ സ്നേഹം. ദൈവജനമേ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് കർത്താവ് ആ ക്രൂശിൽ കിടന്നപ്പോൾ അവര് ആ വീഞ്ഞു കൊടുത്തു അല്ലെ. വീഞ്ഞു കൊടുത്ത് കർത്താവ് കുടിച്ചോ പ്രിയരെ? ഇല്ല. ആ വീഞ്ഞിന് എന്നാ പറയുന്ന സുവിശേഷകന്മാര് പറയുന്ന പുളിച്ച വീഞ്ഞെന്നാ അല്ലെ. ദൈവജനമേ, അന്ന് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ മനസ്സലിവുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുതരം വീഞ്ഞാണ് ഈ പുളിച്ച വീഞ്ഞ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീഞ്ഞാണ്. ആ വീഞ്ഞ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ആ വീഞ്ഞിൽ ആൽക്കഹോൾ ഉണ്ട്. ആ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ, ആ വൈൻ കുടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സുബോധം നഷ്ടപ്പെട്ടു പോകും. അപ്പം ഹാഫ് കോൺഷ്യസിലൊക്കെ ആയിരിക്കും ആ വീഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അബോധാവസ്ഥയിലുള്ള ആ ഒരാളിനെ വധസ്ഥലത്തേക്ക് കൊണ്ടു നിർത്തിയിട്ട് അന്നത്തെ വധശിക്ഷ പ്രകാരം ക്രൂശീകരിക്കുകയും അല്ലെ കല്ലെറിയും അല്ലെ തല വെട്ടുകയും ചെയ്യും. ആ വ്യക്തിയെ ക്രൂശിച്ചാൽ ആ ക്രൂശിതൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ വ്യത അനുഭവിക്കുന്നത് അറിയാൻ കഴിയത്തില്ല. കാരണം ഈ വീഞ്ഞിന്റെ ആ കട്ടി അത്ര ഭയങ്കരമാണ്. ദൈവജനമേ, അങ്ങനെ ചെയ്യുവാനുള്ള ഒരു കാരണം അവിടെയുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കുന്ന അതികഠിനമായ കട്ടിയുള്ള വൈൻ, അതിന്റെ പിന്നിൽ ഒരു വാക്യമുണ്ട് കേട്ടോ. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കേണ്ട. സദൃശവാക്യം 31 6 നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കാമെന്നുള്ള ആ ഒരു വാക്യത്തിൽ ബേസ് ചെയ്തുകൊണ്ട് ആൽക്കഹോൾ ആയിരിക്കുന്ന വീഞ്ഞ്, ലഹരിയുള്ള വീഞ്ഞ്, ആ ലഹരി അകത്തി ചൊല്ലുമ്പോൾ താൻ വേദനിക്കുന്ന വേദന മറക്കുകയാണ്. യഹൂദ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരുതരം പാനീയം, അതിനെയാണ് സുവിശേഷകന്മാർ പറഞ്ഞിരിക്കുന്നത് പുളിച്ച വീഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ കണ്ടി വെണ്ണ കലർത്തിയ വീഞ്ഞ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഈ വ്യതയിൽ നിന്ന് ആ ക്രൂശിതൻ രക്ഷപ്പെടാൻ വേണ്ടി അവർ കൊടുക്കുന്ന വീഞ്ഞാണ് പുളിച്ച വീഞ്ഞ്. യേശുവിന് അവർ ആ വീഞ്ഞു കൊടുത്തു, പക്ഷെ യേശു അത് കുടിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ പിന്നീട് എടുത്ത് ഈ സന്ദേശത്തിന്റെ കൂടെ വെച്ച് ധ്യാനിക്കണം എന്ന് ഞാൻ ക്രിസ്തുവിൽ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ അനുഗ്രഹം കഴിഞ്ഞു. ഒന്നാമത്തെ അനുഗ്രഹം, കർത്താവായ യേശു ക്രിസ്തു
താനും നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? നിത്യാശ്വാസം. നിത്യാശ്വാസം. കണ്ടോ, ആ വാക്ക് ഹൈലൈറ്റ് ചെയ്തോണം പ്രിയരെ. ലേഖനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ട്രഷറോ, ഭയങ്കര അതൊക്കെ പഠിക്കുന്ന ഒരു പുരുഷായുസ് പോരാ. നിത്യാശ്വാസം. കണ്ടോ, അത് വെറും ആശ്വാസമല്ല, നിത്യാശ്വാസം. നമ്മുടെ കുറിവാക്യം ശ്രദ്ധിച്ചേ, ആ നിത്യാശ്വാസം. നമ്മെ സ്നേഹിച്ച താനും, യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു, നിത്യാശ്വാസവും. ഓ, ഭയങ്കരം. വെറുതെ വാക്കുകൾ കൊണ്ടുള്ള ആശ്വാസമല്ല കേട്ടോ. ഓ സാരമില്ലെന്നേ സഹോദര, സാരമില്ല സഹോദരി, ഓ സാരമില്ലെന്നേ, ഇതൊക്കെ ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ്, ജീവിതത്തിൽ ഒരു ഭാഗമാന്നേ, ഓ ഡോൺ വറി എന്നേ, അങ്ങനെ എല്ലാത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നേ എന്നൊക്കെ പറഞ്ഞ് കാഷ്വൽ ആയിട്ടുള്ള ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ല, മറിച്ച് കർത്താവ് നമ്മളെ നിത്യാശ്വാസം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിത്യാശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസം ഇഹലോക വാസം കൊണ്ട് തീരുന്നതല്ല, അതങ്ങ് നിത്യതയിലും നമുക്ക് അനുഭവിപ്പാൻ കഴിയും. അതിനാ നിത്യാശ്വാസം എന്ന് പറയുന്നത്. മറക്കല്ലേ പ്രിയരെ. പലരും നല്ല ആശ്വാസ വാക്കുകൾ പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കാറുണ്ട്. ദാറ്റ് ഈസ് റിയലി ഗുഡ്, എക്സലന്റ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്നാൽ നിത്യാശ്വാസം കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മൾ രക്ഷിത ഗണത്തിലേക്ക് വന്നു കഴിഞ്ഞു, കർത്താവിന്റെ മക്കളായി നമ്മൾ തീർന്നു കഴിഞ്ഞു, നമ്മൾ അവകാശികളായി മാറി, കുടുംബത്തിലെ അംഗമായി മാറി. അപ്പോൾ ഒരു മർമ്മം ഞാൻ പറഞ്ഞുതരാം. കർത്താവിന്റെ ചുമതലയാണ് നമ്മെ ആശ്വസിപ്പിക്കുക എന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി ഉണ്ട് അല്ലേ? എന്നാൽ നമുക്കുള്ളതിനേക്കാളും വലിയ റെസ്പോൺസിബിലിറ്റി എന്റെ കർത്താവിന് നമ്മോടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമുക്ക് സമാധാനം തരിക, നമ്മോടുള്ള കൃപ, നമ്മോട് ദയ തോന്നുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും നിത്യതയിൽ പ്രവേശിക്കുമ്പോഴും നിത്യാശ്വാസം കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ദുഃഖത്തിലൂടെ ആരെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്, ആശ്വാസം തരിക എന്നുള്ളത്. റോമാലേഖനത്തിലെ വൺ ഓഫ് ദ ഫേമസ് സ്ക്രിപ്ചർ പോർഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് റോമൻസ്, ഒരു വാക്യം ഒരിക്കലും മറക്കരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമുക്ക് മുമ്പോട്ട് പോകാം. സകല പ്രശ്നങ്ങളുടെയും, എത്ര വലിയ കൊടുങ്കാറ്റിന്റെ നടുവിലാണെങ്കിലും, നമ്മളെ അടിയോടെ പറിച്ചു കളയുന്ന തിരമാലകളുടെ നടുവിലാണെങ്കിലും, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴും നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹവും നിത്യാശ്വാസവും നല്ല പ്രത്യാശ നമ്മോടൊപ്പമുണ്ട്. കരങ്ങൾ ഉയർത്തിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്. ഒരിക്കൽ ഒരു ഭ്രാന്താലയത്തിൽ ഒരു യുവാവിനെ അടച്ചിട്ടിരുന്നു. മറ്റു മാനസിക രോഗികളെക്കാൾ വളരെ ശാന്തനായിരുന്നു, നോർമലൊക്കെ ആയിരുന്നു, പക്ഷെ മാനസിക രോഗമായിരുന്നു. അവനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അവന് വർഷങ്ങൾ അവിടെ കിടന്ന് മരിച്ചു. അവന്റെ മുറി ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ ആ മുറിയിലൊരു, ആ ഭിത്തിയിലൊരു കവിത അവൻ എഴുതി വെച്ചിരുന്നു. അതിന്റെ ആശയം ഇങ്ങനെയായിരുന്നു: ഈ കാണുന്ന ആകാശവിധാനം, സ്കൈ, മൊത്തത്തിലുള്ള ആകാശവിധാനം കടലാസായിട്ട് നിവർത്തി അങ്ങ് വെച്ച് ഈ ഭൂമിയിലെ സകല മരങ്ങളും, ട്രീസ് എല്ലാം എഴുത്ത് പെന്നാക്കി മാറ്റിയെങ്കിൽ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ജലമെല്ലാം മഷിയാക്കിയെടുത്ത് ഭൂമിയിലെ സകല മനുഷ്യരും എഴുത്തുകാരായി ഇരുന്ന് എഴുതിയാലും കർത്താവിന്റെ സ്നേഹത്തെയോ, കർത്താവിന്റെ ആശ്വാസത്തെയോ, കർത്താവിന്റെ പ്രത്യാശയോ വർണ്ണിപ്പാൻ സാധ്യമല്ല. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇനി നമുക്ക് പെട്ടെന്ന് കർത്താവിന്റെ മൂന്നാമത്തെ അനുഗ്രഹത്തിലേക്ക് പോകാം. മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? നല്ല പ്രത്യാശ. നല്ല പ്രത്യാശ. അപ്പൊ പ്രത്യാശ എന്ന് പറയല്ലേ, പ്രത്യാശ എന്നൊന്നും പറയരുത്, അതൊക്കെ ഓൾഡ് ഫാഷനാ. നല്ല പ്രത്യാശ, നല്ല പ്രത്യാശ നമുക്ക് തെളിവ് തരുന്ന ദൈവവചനമാ. എന്റെ വാക്കൊന്നുമല്ല, ബാബു ജയിക്കുവിന്റെ വാക്കൊന്നുമല്ല. ദൈവജനമേ, നമുക്ക് ലഭിക്കുന്ന ഭാവി പ്രത്യാശ എത്ര ശ്രേഷ്ഠമാണ്. ആ ഭാവി പ്രത്യാശയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെ കഷ്ടത വന്നാലും, എത്ര ക്ലേശകരമായ അനുഭവത്തിൽ കൂടി നാം കടന്നുപോയാലും അതിന്റെ നടുവിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തിയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതിനെയാണ് നല്ല പ്രത്യാശ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ കഷ്ടതയിൽ നാം തളർന്നു പോകരുത്, നമ്മുടെ ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം.
കാലിഫോർണിയയില് നമ്മൾ ന്യൂസ് വാച്ച് ചെയ്യുമ്പോൾ കാണാം കാട്ടുതീ, വൈൽഡ് ഫയർ അല്ലെ, കാട്ടുതീ, എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത്. വൈൽഡ് ഫയർ. ഈ കാട്ടുതീ കാട് നശിപ്പിക്കുന്ന ഒന്നാണെങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർത്തോണം. ഈ പൈൻ വൃക്ഷം ഉണ്ട്, പൈൻ വൃക്ഷം. ഈ പൈൻ വൃക്ഷത്തിന്റെ വംശ നിലനിൽപ്പിന് സഹായമാകുന്നു എന്നുള്ളതാണ് ഈ കാട്ടുതീയിലൂടെ. അമേസിങ് അല്ലേ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൈൻ വൃക്ഷത്തിന്റെ കായ്കളുടെ പുറന്തോട് പൊട്ടി അതിൽ നിന്ന് വിത്ത് വെളി വരുന്നതിന് ഈ തീയുടെ ചൂട് ആവശ്യമാണ്. ഈ കാട്ടുതീയുടെ ഓർത്തേ, ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് പ്രതികൂല സാഹചര്യം പ്രയോജനകരമായി തീരുകയാണ്. അതുപോലെ നമ്മുടെ വേദനകളും. അമേൻ, സ്തോത്രം. എന്തൊക്കെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, അമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഏതെല്ലാം വിഷയങ്ങളാണേലും പ്രതികൂലം നമുക്കെതിരെ വന്നാലും ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം, അത് പ്രയോജനകരമാക്കി തീർക്കാൻ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഗ്ലോറി ടു ഗോഡ്. ശാരീരിക ക്ലേശങ്ങൾ എന്തുമായിക്കോട്ടെ, മാനസിക വിഷയങ്ങൾ, പരിശോധനകൾ, ഇതൊക്കെ നമ്മൾ തളർത്തിക്കളയല്ല, മറിച്ച് നമ്മുടെ ഭാവി പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ ശക്തിപ്പെടുകയാണ്. ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ് അപ്പോസ്തലന് വേറൊരു ലേഖനത്തിൽ പറഞ്ഞത്, തീത്തോസിന്റെ അല്ലെ. അതിശ്രേഷ്ഠമായ ഒന്നാണ് നമുക്ക് ദൈവം നൽകി തരുന്ന നല്ല പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഭാവിയെ ദൃഢമാക്കുന്നതാണ് പ്രത്യാശ. പുനരാഗമനം അടക്കമുള്ള നന്മകൾ ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് ഓർക്കണമേ. അതുകൊണ്ട് പ്രത്യാശയിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി നാം മാറണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കർത്താവിനെ ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. Praise be to God. Hallelujah. Glory to God. ദൈവജനമേ, ഈ 3 അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അപ്പോസ്തലൻ നമ്മോട് 2 ഉത്തരവാദിത്തങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണേ, നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? 17-ാം വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്തം, നമ്മൾ സ്ഥിരതയുള്ളവരാകണം. 17-ാം വാക്യം, നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. സ്ഥിരതയുള്ളവരാകണം. ദൈവജനമേ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്ഥിരത സൂക്ഷിക്കണം. രണ്ടാമത്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകളും പ്രവൃത്തിയൊക്കെ പരസ്പര പൂരിതമാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കണം എന്നാണ്. ഈ ഭൂമി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം തികയ്ക്കണം. ദൈവം നമ്മെ ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിരിക്കുകയാണ്. പൗലൂസ് എന്ന മഹാമനുഷ്യനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ പൗലൂസ് തികച്ചു. അതാ പൗലൂസ് വിളിച്ചു പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നാണ് അപ്പോസ്തലനായ പൗലൂസ് വിളിച്ചു പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കുന്നതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ അമാന്തം കാണിക്കില്ലേ. നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പ്രൈസ് ബി ടു ഗോഡ്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിക്ക് അനുസൃതമല്ലാത്ത ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് പറയരുത്. 17-ാം വാക്യത്തിന്റെ അർത്ഥം അതാ. ആമേൻ, പ്രൈസ് ബി ടു ഗോഡ്. പ്രിയരേ, ഇന്നത്തെ ഹല്ലേലൂയ സ്തോത്രം സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ, സ്തോത്രം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലൈഫ് ഈസ് കോംപ്ലിക്കേറ്റഡ്. There are never-ending problems. Everywhere problems, violence, mass shooting. There is pain, sickness, death, mass shooting. The world is messed up. The world is changing, going crazy every day. But God has given us great blessings. His love, His everlasting consolation, and a good hope by grace. No matter what is going on, we can see beyond today to what is coming. Hallelujah. Devajaname, we are secure in Christ, and we know where we are going to end up one day.
സന്തോഷമുള്ള ഒരു കരങ്ങളെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് സഭയ്ക്ക് ഇവിടെ നിന്നൊരു മാറ്റമുണ്ടാകും. എതിർ ക്രിസ്തുവിന്റെ പ്രവൃത്തി എത്ര കഠിനമായി വ്യാപിച്ചാലും കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹമായ ആ സ്നേഹത്തിൽ നിന്നും, ഓ പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമുക്ക് തരുന്ന ആ സമാധാനത്തിൽ നിന്നും, നമുക്ക് കർത്താവ് തരുന്ന നിത്യാശ്വാസം, കർത്താവ് നമുക്ക് തരുന്ന ആ നല്ല പ്രത്യാശയിൽ നിന്നും നമ്മെ അടർത്തി മാറ്റുവാൻ ഒരു ശക്തിക്കോ ഒരു എതിർ ക്രിസ്തുവിനോ ഒരു സാത്താനോ കഴിയത്തില്ലെന്ന് രാത്രി വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശത്തിൽ ഞാൻ വിരമിക്കുന്നു.